ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് വേറൊരു റിലേഷൻ തേടി പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രവാസികളെ ഭാര്യമാരെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, പറയുകയാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോണത് ഇതുപോലെ തന്നെ പുരുഷന്മാരും വേറെ സ്ത്രീകളെ തേടി പോകുന്നുണ്ട്. എന്തിനാണ് ഹലാലായിട്ട് ഒരു ഭാര്യ കൂടെ ഉണ്ടാവുമ്പോൾ പിന്നെന്തിന് വേറെ തേടി പോകുന്നത് എന്നുള്ളതൊരു ചോദ്യമല്ലേ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇവർക്കിടയിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് വന്ന ചില കേസിൽ അവർ പറഞ്ഞ മറുപടികളാണ് ഞാൻ പറയുന്നത്. ഇന്ന വ്യക്തികൾ ഏത് എന്നുള്ളൊന്നല്ല, ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊരു പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകലുന്നു എന്നുള്ളതിന് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയാലോ. അതിനുള്ള ഒരു റീസൺ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീറ്റ്നെസ്സാണ്. നീറ്റ്നെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മളെ സെൽഫായിട്ടുള്ള നീറ്റ്നെസ്സാണ് പറഞ്ഞത്. അപ്പോൾ പല ആളുകളും ഭർത്താവിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്കറിയാലോ ഒരു ഭർത്താവ് ഭാര്യനെ ഏതൊക്കെ രീതിയിൽ സമീപിക്കും എന്നുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു എന്താ പറയുക, നമ്മളെടുത്ത് വരാൻ മടി തോന്നിക്കുന്ന ഒരു രീതിയിൽ, അറപ്പും വെറുപ്പും തോന്നിക്കുന്ന ഒരു രീതിയിലാണ് പല ആളുകളും എന്ത് ചെയ്യുക, ബെഡ്റൂമിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ വൃത്തിയായിട്ട് കുളിച്ചിട്ട് വേണം ഒരു നമ്മളെ പാർട്ട്ണറുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലാൻ എന്നുള്ളതാണ്. അതും എന്ത് ചെയ്യും, വേറെ ഒരു റിലേഷൻ തേടി പോവാൻ അല്ലെങ്കിൽ നമ്മളോട് ഒരു മടുപ്പ് തോന്നാൻ ഒരു കാരണമാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ് അവിടെ പരാജയപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഒരു കേസ് എൻ്റെ അടുത്ത് വന്നതിൽ എല്ലാം കൊണ്ടും ആ ഭാര്യ ഓക്കെയാണ്. പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വീട്ടിലെല്ലാവരും നോക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വീട്ടിലെ ജോലി ചെയ്യാനും എല്ലാത്തിനും ആൾ പക്കയാണ്. പക്ഷേ ഭർത്താവിൻ്റെ ഇഷ്ടം ആൾ നോക്കൂല എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ ഇഷ്ടം എങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഭാര്യ നല്ല മോഡേൺ ഡ്രസ്സ് ഇടണം, അതുപോലെ നല്ല ഒരുങ്ങി ചമഞ്ഞു വരണം, കണ്ണെഴുതണം, ലിപ്സ്റ്റിക് ഇടണം, ഇതൊക്കെയാണ് ഭർത്താവിൻ്റെ ഡിമാൻഡ്. പക്ഷേ ഈ ഭാര്യ എന്ത് ചെയ്യൂല, അത് ചെയ്യൂല. ഭാര്യ വീട്ടുകാരെ സന്തോഷത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു പക്ഷേ അത് പേടി കൊണ്ടാണ്. പല ആൾക്കാർക്കും നമുക്ക് പേടിയാണ്. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഇവർ ചെയ്യുന്നത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരെ ഹാപ്പിയാക്കാൻ നോക്കുകയാണ്. പക്ഷേ ആ ഒരു വീട്ടിൽ നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭർത്താവിൻ്റെ ഹാപ്പിയാണ് നമ്മൾ നോക്കേണ്ടത്, അയാളുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ അയാൾക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മളെ ഭർത്താവിന് ആഗ്രഹം ഉണ്ടാവും നമ്മളെ എന്ന രീതിയിൽ കാണണം എന്നുള്ളത്. അത് ഒരുപക്ഷെ വേറെയുള്ള സ്ത്രീകളെ കണ്ടിട്ടോ അതല്ലെങ്കിൽ വല്ല ഫിലിം കണ്ടിട്ടോ ഒക്കെ എൻ്റെ ഭാര്യനെയും ഈ ഒരു രൂപത്തിൽ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പബ്ലിക്കായിട്ടല്ലെങ്കിലും നമ്മളെ ബെഡ്റൂമിലെങ്കിലും നമ്മളത് കാണിക്കണം. അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സും, നമ്മളൊരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അത് നമ്മളെ ഭർത്താവിന് ഇഷ്ടമുണ്ടോ എന്നുള്ളത് ചോദിക്കണം. അവർക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാവണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഒരുങ്ങിക്കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കണ്ണെഴുതിയിട്ടാണെങ്കിൽ കണ്ണെഴുതിയിട്ട് ലിപ്സ്റ്റിക്കോ എന്താണോ അവർ പറയുന്നത് ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരുങ്ങി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അങ്ങനെ ഒരുങ്ങുന്ന ആളുകളെ തേടി പോവും എന്നുള്ളതാണ്. തേടി പോകുന്നല്ല, അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഒരു ഭാര്യ അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ മേക്കപ്പ് ഇട്ട് നമ്മൾ സുന്ദരിയായി നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളെ ഭർത്താവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്, ഭർത്താവിനെ സ്വീകരിക്കാനാണ് നിൽക്കേണ്ടത്. നമ്മൾ ബെഡ്റൂമിലല്ലേ കിടക്കാനല്ലേ എന്നൊന്നും വിചാരിച്ച് നമ്മളൊരു പഴയ ഡ്രസ്സ് ഇട്ടിട്ടോ അതിൽ നമ്മൾ ഒരുങ്ങാതെ എല്ലാം നിൽക്കേണ്ടത്. നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ഭർത്താവിൻ്റെ മുന്നിലാണ്. സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നല്ല ഡ്രസ്സ് ഇടുക, മേക്കപ്പ് ഇടലും ഒക്കെ. ഇതേ സംഭവം എന്ത് ചെയ്യണം, നമ്മളെ ബെഡ്റൂമിലും കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ അന്യ സ്ത്രീകളെടുത്ത് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സംശയം എന്നൊരു സംഭവം നമ്മളിതിൽ എന്ത് ചെയ്യും, ഇവർ നമ്മളെ വിട്ട് പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സംശയത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാനതിനെ കുറിച്ചിട്ട് പറയാം. ഒരു കുറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കേൾക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ മൈൻഡാക്കണില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് സെൽഫായിട്ട് ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെ ഭർത്താവിൻ്റെ അടുത്ത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.